എന്താ സാറിന് എന്നെ വിളിച്ചേ? എടാ നിനക്ക് ജോലി കിട്ടിയില്ലേ? അത് സാറ് അറിഞ്ഞിട്ടില്ലായിരുന്നു. അത് ചോദിക്കാനായിരിക്കും. ഞാൻ പറഞ്ഞില്ല. അത് പറ അങ്ങോട്ട്. ഞാൻ പറയാം. സാറേ എന്തുണ്ട് സാറേ? ചേച്ചി ഇന്ന് അടിപൊളിയാണ്, കിടുക്കാച്ചയായല്ലോ ഇന്ന്. ഡ്രസ് കൊള്ളാട്ടോ. ഓടാ അഭിലാഷിക്കൊന്നേ സാറേ ഒന്നുമില്ല. ഞാനേ കുറച്ച് കാര്യങ്ങള് തുറന്നു ചോദിക്കണം. അതിന് സത്യസന്ധമായ മറുപടിയാണ് എനിക്ക് ആവശ്യം. ഓക്കെ ചോദിച്ചു. അതിനെന്താ? എത്ര കാലമായി അമലേഷേ? 6 മാസമായുള്ളൂ. അയ്യോ ഞാനാണെങ്കിൽ കുറെ തവണ ശ്രമിച്ചു, ഒന്നും നടന്നില്ല. ഞാൻ പിന്നെ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പിന്നെ ലാസ്റ്റ് അവസാനം ഒരു ജോത്സ്യനെ കണ്ടു. അയാൾ ഒരു മന്ത്രവാദിയെ കണക്ട് ചെയ്തു, ഒരു സാധനം എന്റെ കയ്യെ കെട്ടി, അങ്ങനെയൊക്കെ ഒരു വേറെ റൂട്ട് പിടിച്ചപ്പോഴാണ് സംഭവം റെഡിയായത്. അപ്പൊ കൂടോത്രം കൊണ്ട് ഒപ്പിച്ചെടുത്തതാണ് നീ. വളരെയൊക്കെ ഒരു ആഗ്രഹമല്ലേ സാറേ, നമ്മൾ ഒരുപാട് ശ്രമിക്കുന്നു. ഓക്കേടാ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനി എന്താണ് മുന്നോട്ടുള്ള നിന്റെ പോക്കിന്റെ ഉദ്ദേശം? മുന്നോട്ടെന്ന് പറഞ്ഞാൽ ഇതിപ്പോ എന്തായാലും കിട്ടിയല്ലോ. ഇതിപ്പോ നമ്മുടെ ഒരു പ്രായം വെച്ച് നോക്കുമ്പോ യങ്ങാണ്. മാക്സിമം എൻജോയ് ചെയ്യാം, അടിച്ചു പൊളിക്കുക. പിന്നെ ഇപ്പൊ ഇതിനൊക്കെ നല്ലൊരു ഇത് കിട്ടുമ്പോ അങ്ങോട്ട് മാറുക. അതുവരെ ഇത് എൻജോയ് ചെയ്ത് അടിച്ചു പൊളിച്ച് അതാണപ്പൊ നിന്റെ ഉദ്ദേശം അല്ലേ? ചേട്ടാ ഞാനത് മിണ്ടിപ്പോരുത്, നീ മിണ്ടിപ്പോരുത് കേട്ടാ. അപ്പൊ സലോമി ഓ എന്താ സാറേ? ഓ സാർ സത്യം പറഞ്ഞോളൂ. ഓ സാറേ ഞാനിവിടെ ഇല്ലാത്തപ്പോ അമലേഷ് ഇവിടെ വരാറുണ്ടോ? ആ പറഞ്ഞു കൊടുക്കണം. എന്നോടൊന്നും തോന്നില്ല. സാറില്ലാത്തപ്പോ ഇടക്കിടക്ക് ഇവിടെ വരാറുണ്ട് സാർ. അതെ. മതി, അയ്യോ അതവിടെ നോണ പറയുന്നത്. നീ മിണ്ടിപ്പോരുത് ചേട്ടാ അങ്ങനെയല്ല. എനിക്കിനി നിന്റെ അപ്പുറത്തേക്കൊന്നും കേൾക്കണ്ട. അല്ല ഞാൻ പറഞ്ഞ രണ്ടുപേരും കൂടി എന്നെ ചതിക്കായിരുന്നു 6 മാസമായിട്ട്. തോക്കിൽപ്പെട്ടകത്ത് തോക്കെടുത്ത് രണ്ടിനെ പടപടാതെ ഞാൻ പൊട്ടിക്കും ഞാൻ. എന്നെ പറ്റിക്കാറായി നീ. എടി നിന്റെ ഭർത്താവ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനല്ലേടി, എന്നിട്ട് നീ നിന്റെ വേഷം കെട്ടാടി. അതെ സാറേ. നിങ്ങൾ പറയടി. അല്ല പിന്നെ എനിക്ക് ആ മാസം കൃത്യമായിട്ട് ശമ്പളം തരാം. കൃത്യമായിട്ട് ശമ്പളം ഇന്നേ വരെ അതിനെന്തെങ്കിലും ഒരു മുടക്കോ കുറവോ എന്തെങ്കിലും ഞാൻ വരുത്തിയിട്ടുണ്ടോ? ഇല്ലല്ലോ, എല്ലാം ഞാൻ എല്ലാം കൃത്യമായിട്ട് തന്നത് സാറേ. എന്നിട്ട് എന്തുകൊണ്ട് ഈ വിഷയം നീ എന്നോട് പറഞ്ഞില്ല? ചേട്ടാ അപ്പൊ ആദ്യം പിടിച്ചകത്തിരുന്നത് നിന്നേലടി. ഞാൻ ബലം കെടുത്തില്ല. സാറേ എന്നൊന്നും ചെയ്യല്ലേ സാറേ. സാറേ ഞാൻ സത്യം പറയാം. അപ്പൊ ഇനി ഒരുപാട് സത്യങ്ങൾ അതല്ല, കൊച്ചമ്മ ഇന്ന് രാവിലെ എന്നെ തല്ലിയായിരുന്നേ. അപ്പൊ അതിന്റെ ദേഷ്യം തീർക്കാൻ വേണ്ടിട്ട് സാറ് കൊച്ചമ്മനെ തല്ലാൻ വേണ്ടിട്ട് ഞാനാണ് കൊച്ചമ്മ വാങ്ങിച്ച ഗിഫ്റ്റ് മാറ്റിട്ട് ആ കിടക്കുന്ന ഷഡ്ഡി അതിനകത്തോട്ട് വെച്ചത്. എന്റെ ഷഡ്ഡി